മനുഷ്യ വന്യജീവി സംഘർഷം കേരളത്തിൽ ഒരു ദൈനംദിന ജീവിത പ്രശ്നമായി മാറിക്കഴിഞ്ഞു. സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾ കിബി വഴി ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. സൗരോർജ്ജ വേലി മുതൽ വനമേഖലയിലുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കൽ വരെ ഇതിലുണ്ട്. വന്യജീവി ആക്രമണങ്ങളിൽ ആളപായവും സ്വത്തുനാശവും നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ശാശ്വത പരിഹാര മാർഗങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത്. തെന്മല, പുനലൂർ, തിരുവനന്തപുരം, മണ്ണാർക്കാട്, പാലക്കാട് എന്നിവിടങ്ങളിലായി 1.51 കോടി രൂപ ചെലവിൽ 95 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന സൗരോർജ്ജ വേലി കിഫ്ബി പദ്ധതി വഴി നിർമ്മിക്കുകയാണ്. ഏറ്റവും സക്സസ്ഫുള്ളും ചിലവ് കുറഞ്ഞതായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഫെൻസിങ് തന്നെയാണ്. കിഫ്ബിയുടെ ഫണ്ടിങ് വരുന്നുണ്ട്, നബാർഡ് ഫണ്ടിങ്, അതുപോലെ MLA അവരുടെ സ്കീമുകൾ കൊടുക്കുന്നുണ്ട്. വയനാട് പാക്കേജ് എന്നും പറഞ്ഞിട്ടുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിൽ 10 കിലോമീറ്റർ റെയിൽ ഫെൻസിംഗ് 12.97 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കി. കാട്ടാനശല്യം ഏറെയുള്ള പാലക്കാട്, വയനാട് വന്യജീവി സങ്കേതം എന്നിവിടങ്ങളിൽ 0.71 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന എലഫന്റ് പ്രൂഫ് വാൾ അഥവാ ആന പ്രതിരോധ ഭിത്തി പൂർത്തിയാക്കി കഴിഞ്ഞു. നോർത്ത് വയനാട്, സൗത്ത് വയനാട് ഡിവിഷനുകളിലായി 16.41 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ലക്ഷ്യമിട്ട ക്രാഷ് ഗാർഡ് സ്റ്റീൽ റോപ്പ് ഫെൻസിംഗ് എന്നറിയപ്പെടുന്ന ഉരുക്ക് വടം കൊണ്ടുള്ള വേലി 10.68 കിലോമീറ്റർ പൂർത്തിയാക്കി. കേരളത്തിൽ ഇപ്പോൾ 2400 കിലോമീറ്റർ സോളാർ പവർ ഫെൻസിംഗ് ഉണ്ട്. പുതുതായി 1700 കിലോമീറ്റർ നിർമ്മിക്കേണ്ടതുണ്ട്. ഇത്രയും കിലോമീറ്റർ ഫെൻസിംഗ് ആണ്, അതായത് 95% ഫെൻസിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷനിൽ 68.4 കിലോമീറ്ററും നോർത്ത് വയനാട്, സൗത്ത് വയനാട് പ്രദേശത്ത് 50.44 കിലോമീറ്ററും നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ 23.25 കിലോമീറ്ററും ദൈർഘ്യത്തിൽ തൂക്ക് സൗരോർജ്ജ വേലി സ്ഥാപിക്കാനുള്ള 12.37 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ വർക്ക് അവാർഡ് ചെയ്തു കഴിഞ്ഞു. വയനാട് ഇരുളത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഫെൻസിംഗ് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു. വന്യമൃഗങ്ങൾ ഏത് വന്നാലും ഇത് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് AI ക്യാമറയും ലൈറ്റും വെച്ചിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള മലയോര വനമേഖലകൾ കേന്ദ്രീകരിച്ച സമഗ്ര പദ്ധതികളാണ് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് 24.